എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും എമ്രുവും ഹസ്ബൻഡും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. എമ്രുവിന്റെ ചിരി കേട്ടല്ലോ അല്ലേ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈദൊക്കെ അല്ലേ, ഈദ് ലീവൊക്കെ ആയിരുന്നു. അങ്ങനെ ഈദും സെലിബ്രേറ്റ് ചെയ്തു. കുറേ ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഈദൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കോമെന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. എമ്രുവിനെ കാണിച്ചാൽ ഇവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണേ. ഞാൻ കഴിക്കാനൊക്കെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തേ, കഴിച്ചിട്ട് ഇവിടെ ഇരുന്ന് അലിമ്പുന്നുണ്ട്. എമ്രു ഹായ് ഹായ് പറ എല്ലാവർക്കും. ഹായ് ഹായ് പറ. ഹായ്. അങ്ങനെ എമ്രുവിൻ്റെ വിലപ്പെട്ട ഹായ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അടിപൊളിയാണല്ലേ, പക്ഷേ എൻഡിങ് ഇത്ര അടിപൊളിയായിരിക്കില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ആസ് യൂഷ്വൽ, ഇന്ന് മീൻസ് അതായത് ഉച്ചയാവാറായി, ഒരു 11 മണി 11:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ കൊടുക്കുന്ന ഒരു ഗ്രീക്ക് യോഗട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീക്ക് യോഗട്ട് ചെറുതാണ്, ഞാൻ സാധാരണ വലുതാണ് മേടിക്കാറുള്ളത്. ഇതിൻ്റെ പാക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് തന്നെ സ്പൂണൊക്കെ വരുന്നുണ്ട്, അപ്പോൾ വേറെ സ്പൂണിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ എമ്രുവിന് ഇഷ്ടപ്പെട്ട ഗ്രീക്ക് യോഗട്ടൊക്കെ കൊടുത്തു. എന്നിട്ട് ഒരു വലിയ ഒരു ബലം പിടുത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് വരുന്നത്. ഇന്ന് കുമ്പളങ്ങ മോര് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് വേണ്ടത് കുമ്പളങ്ങയും തേങ്ങയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ കുമ്പളങ്ങ ഞാൻ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നല്ലപോലെ ഉപ്പിട്ടിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ അത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും, 2 ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, 2 വെളുത്തുള്ളിയാണ് ആവശ്യം. അതും മഞ്ഞപ്പൊടി ഇട്ട് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് കുമ്പളങ്ങ വെന്തതിന് ശേഷം അതെല്ലാം കൂടെ അതിലോട്ട് തട്ടി കൊടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ കട്ടത്തൈരില്ല, അതൊന്ന് ഉടച്ചത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് താളിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ സിമ്പിൾ കുമ്പളങ്ങ മോരിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതും ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചൊരു റെസിപ്പിയാണേ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ആലോചിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. കാരണം എനിക്ക് അതിനുള്ള സമയമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, എനിക്ക് മടിയും കൂടെയാണ് ഇപ്പോൾ വന്ന് ഇതുപോലെ എന്തെങ്കിലും തൈര് കറിയൊക്കെ ആണെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ സ്മൈലിയിൽ പോയപ്പോൾ ഒരു അച്ചാർ മേടിച്ചിട്ടുണ്ടായിരുന്നു, മാംഗോ പിക്കിൾ. അപ്പോൾ അതും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. ചില സമയം ഞാൻ വെറും തൈര് സാധം വെച്ച് കഴിക്കാറുണ്ട്, അതുകൊണ്ട്. അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര വലിയ സന്തോഷത്തിലൊന്നും അല്ല. സന്തോഷമോ വിഷമമോ ആദ്യം നമുക്ക് വയറ് നിറയ്ക്കാം അല്ലേ. കഴിക്കരുത് നമ്മൾ എന്ന് പറയാനാണ്. ചില ദിവസങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള ദിവസമായിരിക്കും അല്ലേ, ഭയങ്കര ഹാർഡായിരിക്കും. അങ്ങനൊരു ദിവസമാണ് ഇന്ന്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്ന് വ്ളോഗൊക്കെ എടുത്ത് തുടങ്ങിയത്. പക്ഷേ ഇപ്പം എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥയില്ല സത്യം പറഞ്ഞ. എമ്രു രാവിലെ മുതൽ പ്രശ്നമായിരുന്നു, എന്നെ ഭയങ്കര ഉപദ്രവമായിരുന്നു. അവനാണെങ്കിൽ ഉറക്കം വന്നിട്ട് 3-4 തവണയെങ്കിലും ഞാൻ അവനെ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവൻ ഉറങ്ങിയിട്ടില്ല. അതാ ഇപ്പോഴും ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇരുന്ന് കളിക്കട്ടെ എന്ന്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തു പറയാൻ, ചില സമയം വട്ടായി പോവും. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. കുക്കിങ്ങും എന്തെങ്കിലുമൊക്കെ, ഇന്ന് ഞാൻ കാണിച്ചെന്നല്ലോ കുമ്പളങ്ങ കറിയാണ് വെച്ചത്, മോര് കറി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. ഇവനെ വെച്ചിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അറിയാലോ. പിന്നെ എന്താണ്, ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ രാവിലെയൊക്കെ എഴുന്നേറ്റ് വെക്കാം. പക്ഷെ അത് ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്ക് അത്ര അങ്ങനെ ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കില്ല, ഉറങ്ങും. കാരണം ഇവൻ പിന്നെ എഴുന്നേറ്റാൽ പിന്നെ ഇവനെ നോക്കണമല്ലോ. പിന്നെ കുറച്ച് ദിവസം റീക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേയൊക്കെ റീക്കുള്ള സമയം കൂടുതലും അവൻ റീക്കായി പോയാണ് ശല്യം ചെയ്യുന്നതും ഇറിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ റീക്കായ ഉപദ്രവിക്കുകയും ഇറിറ്റേറ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയായിരുന്നേ. അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നണം. ഇവൻ ഇന്ന് നോക്കിയപ്പോഴേ 5 ദിവസം റീക്ക ഉണ്ടായിരുന്നല്ലോ കൂടെ. അപ്പോൾ ഒറ്റയ്ക്ക് നോക്കിയപ്പോഴേ ഇവനും ഒരു റീക്ക ഉണ്ടായിട്ട് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കണം. അമ്മമാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ ഞാൻ പറയുന്നത് എന്താണെന്ന്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന അമ്മമാരോട് പറയാനുള്ളത്, നാളെയും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ഞാനിപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ദേഷ്യവും വന്ന് സങ്കടവും വന്ന് ഒരു കരച്ചിലൊക്കെ കരഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പോട്ടെ, നാളെ ഇതൊക്കെ തന്നെയാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എന്താണ്, സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ജീവിതം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകണം. ചില ദിവസമൊക്കെ ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ വരാം. ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ എമ്രു. ഇവൻ പല സർക്കസും കാണിക്കുന്നുണ്ട് വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. അതിനുള്ള മൂഡ് പോലും ഇല്ല. ബാക്കി വ്ളോഗ് എടുക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ. എന്തായാലും എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാവേ. ബ്രോ സർക്കസ് കാലെടുക്ക്.
എന്നെ സ്നേഹിക്കാൻ വന്നതാണേ. നോക്ക്, കിസ്സൊക്കെ തരും. എന്താണ് ഷോളിടട്ടാ അമ്മ. ഷോളിട ഇട്ടിട്ടുണ്ടേ. കണ്ടില്ലേ എമറുവിൻ്റെ സ്നേഹം. എന്നെ വന്ന് കിസ് ചെയ്തിട്ട് പോയതാണ്ട. ഇങ്ങനെ തന്നെയാണ്, വിഷമിച്ചിരിക്കുമ്പോൾ അവൻ തന്നെ വന്ന് നമ്മൾ ഇങ്ങനെ കിസ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ആ സങ്കടവും ഇതൊക്കെ മാറും, ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ മറന്നു പോകും. അപ്പോൾ നമുക്ക് അത്രയും വലിയ ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെ മക്കളല്ലേ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യുക നമ്മുടെ ബേബിയുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലേ. സോ എല്ലാവരും സ്റ്റേ ഹാപ്പി. കണ്ടില്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇവൻ ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിൽ നിന്ന് നേരെ ഹാളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും സമയം ഒരു 3:30-4 മണി ആവാറായിട്ടുണ്ട്. പക്ഷേ നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇവിടെ സമ്മർ ആയല്ലോ, അതുകൊണ്ട് തന്നെ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, കട്ട വെയിലായിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആയത് കാരണം അവൻ എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു കാവ ബൈറ്റ് മേടിച്ചത്. ഇത് ആക്ച്വലി ഞാൻ ബനാന കേക്ക് എന്നും പറഞ്ഞാണ്, അല്ല ബനാന കേക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. സിദ്രയിൽ കാർ വാഷിന് പോയപ്പോൾ എടുത്തതാണ്. അപ്പോൾ ബനാന കേക്കിൻ്റെ സെക്ഷനിലാണ് ഇരുന്നത്. പക്ഷേ ഞാൻ പുറകിൽ നിന്ന് എടുത്തുകൊണ്ട് മാറിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചപ്പോൾ ഇതെന്തൊക്കെ ഒരു കോഫിയുടെയൊക്കെ ടേസ്റ്റ്. പിന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ ഇത് കാവ ബൈറ്റ് ആയിരുന്നു എന്ന്. അങ്ങനെ അതും കൊടുത്തു. പിന്നെ എമറ് ഉറങ്ങിയിട്ടുണ്ട്. എമറ് ഉറങ്ങിയ സമയം ഞാൻ പോയി ഫ്രഷായി കിച്ചണിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയ ഓമൻ ചിപ്സും കൂടെ സ്നാക്കായിട്ട് കഴിച്ചേ, ഉറങ്ങിയ സന്തോഷത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യണമെന്നുള്ള വിഷമത്തിലാണ്. ജീംബൂമ്പ എന്ന് പറഞ്ഞതും കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ എമർകുട്ടൻ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. വാപ്പായെ കണ്ട് നാണം കുണുങ്ങിയായിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ വാപ്പ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ അടുത്ത ജോലിയിലോട്ട് കടന്നു. രാവിലെ പണികളൊന്നും നടന്നിട്ടില്ലായിരുന്നു. വാഷിംഗ് മെഷീനിൽ തുണി ഇടണമായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ടു. എമറുവിനെ മേല് കഴുകി. അവൻ ഇവിടെ നിന്ന് കളിക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ വേഗം പോയിട്ട് എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഇപ്പം ഞാൻ കുക്കറിലാണ് ചെയ്യാറുള്ളത്, കാരണം അതും ഈസിയാണ്, ഉമ്മ പറഞ്ഞെന്ന വഴിയാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടു എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇന്ന് മൊത്തത്തിൽ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇനിയും വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി മാത്രം ഇനിയൊന്നുമില്ല. അപ്പോൾ ഇനി ഒന്ന് നല്ല പോലെ കിടന്നൊന്ന് ഉറങ്ങിയിട്ട് നാളെ ഫ്രഷായിട്ട് എഴുന്നേക്കണം. എമറ് ഉറങ്ങിയിട്ടില്ല. എമറ് ഉറങ്ങിയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. എമറ് ഉറങ്ങുമ്പം ഞാനും പോയി കിടന്നുറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യാനല്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൊത്തം ഞാൻ പറഞ്ഞില്ല, കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, അപ്പം നമുക്ക് പുതിയൊരു നല്ലൊരു വ്ളോഗിൽ നല്ല ഉഷാറായിട്ട് വീണ്ടും ഇതുപോലെ തിരിച്ചു വരാം. അല്ലേ, ഇതുപോലെയല്ല, ഇതിലും ഇങ്ങനെ വരില്ല, നല്ല രീതിയിൽ വരാം. ഓക്കെ, ടാറ്റാ.